പ്രിയമുള്ളവരെ, ഈ ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടപ്പെട്ടതിന് ശേഷവും പാർട്ടി അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റ് പാലക്കാട് നിയമസഭാ സീറ്റ് നിഷേധിച്ചതിന് ശേഷവും അതിനുശേഷം സംസ്ഥാന ഏഹ്, അസംബ്ലി തിരഞ്ഞെടുപ്പ് നടന്ന് കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തി. കോൺഗ്രസിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് യു ഡി എഫ് വലിയ മെജോറിറ്റി നേടി അധികാരത്തിലെത്തിയതിനു ശേഷവും ഞാൻ മിക്കപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വീക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളൊക്കെ വളരെ ആശ്ചര്യപൂർവ്വം വീക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം, അതായത് അദ്ദേഹത്തിൻ്റെ സൈബർ വിങ്, അദ്ദേഹത്തിൻ്റെ ബ്രിഗേഡ്സ് ഒക്കെയും അദ്ദേഹത്തിന് അനുകൂലമായി പോസ്റ്റ് ചെയ്യുന്നതൊക്കെയും ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീജനങ്ങളിൽ അധികവും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതായത് അദ്ദേഹം ആ തെറ്റ് ചെയ്തു എന്ന് കേരളത്തിലെ സ്ത്രീകൾ, അത് പ്രായമായവരാകട്ടെ യുവതികളാകട്ടെ കൗമാരക്കാരായവരെ ആകട്ടെ വിശ്വസിക്കുന്നില്ല എന്നാണ്. മിക്കപ്പോഴും രാഹുൽ മാങ്കൂട്ടം സ്വന്തം പോസ്റ്റിലോ അല്ലെങ്കിൽ സ്വന്തം ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ ഒക്കെ ഇടുന്ന പോസ്റ്റുകളിൽ വന്ന് കമൻ്റ് ചെയ്യുന്ന സ്ത്രീകളിൽ അധികവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവരിൽ മിക്കവരും കമൻ്റ് ഇടുന്നത് മോനെ തിരിച്ചു വരൂ, നിന്നെപ്പോലെയുള്ള ഒരാളെ രാജ്യത്തിന് ആവശ്യമുണ്ട്, സംസ്ഥാനത്തിന് ആവശ്യമുണ്ട്, പാർട്ടിക്ക് ആവശ്യമുണ്ട് എന്നൊക്കെയാണ്. അതിൽ കുറച്ചാളുകളൊക്കെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. വനിതാ കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രതിനിധികളായിട്ടുള്ള ആളുകളുമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പെടാത്ത സാധാരണക്കാരായ വീട്ടമ്മമാരുമുണ്ട്. അവർ സ്വന്തം മകനെ പോലെ അല്ലെങ്കിൽ സ്വന്തം സഹോദരനെ പോലെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്തു പിടിക്കുന്നു എന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്ലസ് പോയിന്റ്. അദ്ദേഹം തെറ്റ് ചെയ്തോ തെറ്റു ചെയ്തില്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. കാരണം കേരളത്തിലെ സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രായമായ സ്ത്രീകൾ അദ്ദേഹത്തെ ഒരു മകനെ പോലെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടുതൽ ശോഭനമാകുന്നു എന്നതിന് ഉദാഹരണമാണ്. നമുക്കറിയാം, ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും എതിർഭാഗത്ത് നിൽക്കുന്നത് സ്ത്രീയാണ്. സ്ത്രീ പീഡനമാണ് അദ്ദേഹത്തിനെതിരെ ശത്രുക്കൾ ആരോപിക്കുന്ന ആരോപണം. അപ്പോൾ സ്വാഭാവികമായും സ്ത്രീകൾ, വനിതകൾ, പ്രായമായ സ്ത്രീകളൊക്കെയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുവാൻ താല്പര്യമില്ല. വനിതകളൊക്കെ അദ്ദേഹത്തെ കമൻറ്റ് ബോക്സിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടാൽ സാധാരണ വന്ന് തെറി വിളിക്കുവാനാണ് സാധ്യത. പക്ഷേ ഇവിടെ അദ്ദേഹത്തെ വ്യക്തമായി തന്നെ വനിതകൾ പിന്തുണയ്ക്കുന്നു എന്നത് അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നവർ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കപ്പോഴും മകനെ തിരിച്ചു വരിക, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി അമ്പലത്തിൽ വഴിപാട് നേടുന്നുണ്ട്, പള്ളിയിൽ പോയി നേർച്ചയിടുന്നുണ്ടെന്നൊക്കെയുള്ള കമൻറ്റുകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പേജിൽ കാണാം. മാത്രമല്ല, നമ്മളിപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്താലും, പ്രത്യേകിച്ച് ഞാൻ 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലൊക്കെയും ഞാനൊരു നിഷ്പക്ഷമായി അദ്ദേഹത്തെ വിമർശിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും പ്രസംഗവും സോഷ്യൽ മീഡിയയിലെയും ഒപ്പം ദൃശ്യമാധ്യമങ്ങളിലെയും ഇടപെടലുകൾ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ അദ്ദേഹം സ്വകാര്യ ജീവിതത്തിൽ ശ്രദ്ധിക്കണം എന്ന് ആണ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തണം. കാരണം അദ്ദേഹത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ രാജ്യത്തെ രാഷ്ട്രീയത്തിന് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനൊക്കെ ആവശ്യമുണ്ട്. കാരണം വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ദൃശ്യമാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചർച്ച ശ്രദ്ധാപൂർവം കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചും അദ്ദേഹം ചർച്ചയ്ക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ നിഷ്പ്രഭരായി പോകും. യൂത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം വരുമ്പോൾ യുവമോർച്ചയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതാക്കന്മാർ ആ ചർച്ചയിൽ അദ്ദേഹത്തെ പ്രതിരോധിക്കുവാൻ കഴിയാതെ നിഷ്പ്രഭരായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ ഞങ്ങൾക്കിഷ്ടമാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ, രാഷ്ട്രീയ ഐച്ഛികമായി എടുത്ത് പഠിച്ച ഒരാളെന്ന രീതിയിൽ എനിക്കിഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ അപര്യാപ്തത അല്ലെങ്കിൽ പ്രായത്തിൻ്റെ അപക്വത കൊണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ കേരളത്തിലെ സ്ത്രീകളിൽ അധികവും അല്ലെങ്കിൽ 99.90% അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ചില ആളുകൾ, അതായത് CPM-ൻ്റെയും BJP-യുടെയും ഒക്കെ ചില വനിതാ പ്രവർത്തകർ മാത്രമാണ് കേരളത്തിൽ സ്ത്രീകളിൽ അദ്ദേഹം ഈ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നത് എന്നതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളും പൊതുവേ ഈ സോഷ്യൽ മീഡിയ സൈബർ ഇടങ്ങളിലേക്കുള്ള അവലോകനങ്ങളും ഒക്കെ കാണുമ്പോൾ വ്യക്തമാകുന്നത്. ഞാൻ വിചാരിച്ചത് ഈ സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതൃത്വത്തിൽ ഈ സർക്കാർ, PD സതീശൻ സർക്കാർ വരുമ്പോൾ അതിൻ്റെ ഒരു ഭ്രമത്തിൽ അല്ലെങ്കിൽ PD സതീശൻ്റെ സർക്കാരിൻ്റെ ഗ്ലാമറിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സൈബർ ഇടങ്ങളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രതീക്ഷിതമാവും അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളുടെ എണ്ണം കുറയും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു രാഷ്ട്രീയ അസ്തമയം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യം ഉണ്ടാകുമെന്നാണ്. പക്ഷേ നാൾക്കുനാൾ കഴിയും തോറും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശക്തമായി വാദിക്കുവാൻ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരും ഒപ്പം ഈ സൈബറിടങ്ങളിലെ ആളുകളും ഒപ്പം വനിതകളും മുന്നോട്ട് വരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ അദ്ദേഹം നേടിയ ഒരു
സത്യസന്ധതയ്ക്കും അല്ലെങ്കിൽ അദ്ദേഹം നേടിയ ഒരു വലിയ മികവായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുവാൻ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഉണ്ടാകുന്നുണ്ട് എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ആശ്വാസജനകമായ കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരുപക്ഷേ ഈ രാഷ്ട്രീയത്തിൽ ഒതുക്കിയേനെ. ഈ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ നിന്ന് ശബ്ദങ്ങൾ ഉയർന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒതുക്കപ്പെടുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസ് സംബന്ധിച്ച് ഒരുപാട് യുവാക്കൾ, കരുത്തരായ യുവാക്കൾ ഉള്ള പാർട്ടിയാണ്. ജനീഷ് ഉൾപ്പെടെ, കെ ജനീഷ് ഉൾപ്പെടെ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ വളരെ ശക്തമായ ഒരു യുവനിരയുണ്ട്. ആ യുവനിരയ്ക്കിടയിൽ അല്പം ഒന്ന് മങ്ങിപ്പോയ, പ്രഭ മങ്ങിപ്പോയ, ഈ ആരോപണങ്ങളുടെയൊക്കെ മേൽ പ്രഭ മങ്ങിപ്പോയ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ പതുക്കെ പതുക്കെ ആ രംഗത്ത് നിന്ന് നിഷ്പ്രഭനായി പോകുവാനേ സാധ്യതയുണ്ടാകുമായിരുന്നുള്ളൂ. പക്ഷേ വളരെ കൃത്യമായി അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിനുണ്ട് എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രതീക്ഷാദായകം തന്നെയാണ്. എൻ്റെയും ഒരു അഭിപ്രായം, അദ്ദേഹത്തിന് ഒരു പക്ഷേ പ്രായത്തിൻ്റെ അപക്വത കൊണ്ട് തെറ്റ് സംഭവിച്ചേക്കാം. തെറ്റ് തന്നെയാണ്, അതിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ, അഭിവാഹിതരായ ചെറുപ്പക്കാരൊക്കെ ചെന്നു ചാടുന്ന ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ചെന്നു ചാടിയിട്ടുണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം മാപ്പ് കൊടുത്ത് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറുള്ളത്. പ്രത്യേകിച്ചും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഏർപ്പെടുമ്പോഴൊക്കെയും സാധാരണക്കാരായ ജനങ്ങളുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ്. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് തെറ്റു പറ്റിയേക്കാം, പക്ഷേ പ്രായത്തിൻ്റെ അപക്വതയായി കണ്ട് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൽ 99.90% ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു തെറ്റ് അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. എൻ്റെ മോൻ, എൻ്റെ രാഹുൽ മോൻ എന്നൊക്കെയാണ് പറയുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളിലൊക്കെ കാണുമ്പോൾ എൻ്റെ മോൻ സുഖമായിരിക്കട്ടെ, അവനെ വേദനിപ്പിച്ച ആളുകൾ ശിക്ഷ ലഭിക്കട്ടെ, അവൻ്റെ അമ്മ ബീന അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകൾ സ്ഥിരമായി വരാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ചില ആളുകൾ അദ്ദേഹം എപ്പോഴും തെറ്റുകാരനാണെന്ന് വിശ്വസിക്കുന്നു എന്നതും മറ്റൊരു ചർച്ചയാണെങ്കിലും കേരളത്തിൻ്റെ സ്ത്രീ സമൂഹത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഈ അടുത്ത സമയത്ത് ഇത്രമേൽ ഒരു പ്രാമുഖ്യം നേടിയ മറ്റൊരു നേതാവ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ സ്വന്തം സഹോദരനായി, പ്രായമായ സ്ത്രീകൾ സ്വന്തം മകനായൊക്കെ പരിഗണിക്കുന്ന മറ്റൊരു നേതാവ് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൂടി നമ്മൾ അവലോകനം ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ വെണ്മയായി തോന്നുന്നത്. കാരണം ഒരു സ്ത്രീ പീഡകൻ എന്ന് ശത്രുക്കൾ ആരോപിക്കുന്ന, അദ്ദേഹം ഗർഭചിത്രം നടത്തി എന്നൊക്കെ ആരോപിക്കുമ്പോഴും അത് അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സ്ത്രീകളിൽ അധികവും എന്നാണ് ഈ സത്യമായി വെളിപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അവർ അത് വിശ്വസിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ മറുഭാഗത്ത് നിന്ന് ആരോപണം ഉന്നയിക്കുന്നത് എന്നതുപോലും പരിഗണിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായും സത്യസന്ധനാണെന്ന് വിശ്വസിക്കുന്ന വനിതകളുടെ എണ്ണമാണ് കേരളത്തിൽ കൂടുതൽ എന്നത് തന്നെയാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനമായ കാര്യം. ഒരുപക്ഷെ അവരുടെ വീക്ഷണം ശരിയായിരിക്കാം എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം വളരെ കൃത്യമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിൽ പക്ഷേ മാധ്യമങ്ങൾക്കൊക്കെ ചുട്ട മറുപടി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന വീക്ഷണവുമുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നതുവരെ ജയ് ഹിന്ദ്.